ഈ കലോത്സവം പോലുള്ള മറ്റ് പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഒട്ടും ഒഴിവാക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പറ്റാത്ത ചില ആളുകളിൽ ഒരു വിഭാഗമാണ് താങ്കളെ പോലുള്ള ഉദ്യോഗസ്ഥര്. എങ്ങനെയാണ്, അതായത് നമുക്ക് കലോത്സവം ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ കുട്ടികളുടെ സുരക്ഷാ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അധികം ജനങ്ങൾ വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെ ആ ക്രൗഡിന്റെ ഒരു ഇഷ്യൂസ് ഉണ്ട്. അല്ലാതെ മറ്റ് അപകട സാധ്യതകളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സേവനം ഇവിടെ ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അപ്പം യാതൊരുവിധ അപകടം ഇല്ലാതെ ഈ കലോത്സവം ഒരു വിജയകരമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിലവിൽ എന്തായാലും എല്ലാം നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. എല്ലാം മനോഹരമായിട്ട് നടക്കുന്നുണ്ട്. കുട്ടികളുടെ കലാപരിപാടികൾ കാണാൻ സമയം കിട്ടാറുണ്ടോ? പലപ്പോഴും നമുക്ക് കാണാൻ കഴിയില്ല, കാരണം നമ്മുടെ ജോലിയുടെ കാര്യമായിട്ട് ആ ഉത്തരവാദിത്തം നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. എങ്കിലും കഴിഞ്ഞു പോകുന്ന കുട്ടികളുടെ സന്തോഷവും സങ്കടങ്ങളും ഒക്കെ കാണാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ഇനി കഴിയാറായി, ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനിയിപ്പോ നാളെ കൂടിയേ ഉള്ളൂ. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി അവരോട് എന്താണ് പറയാനുള്ളത്? അല്ല, ഇങ്ങനെയുള്ള മികച്ച കലാകാരന്മാരും കലാകാരികളും ഇനിയും വരും വർഷങ്ങളിൽ വൻ വിജയമായ ഒരു കലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയട്ടെ, അവർക്ക് കൂടുതൽ ഉയരങ്ങൾ എത്താൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. അപ്പൊ എന്തായാലും സാറിന്റെ പേരെങ്ങനെയാണ്? പേര് വിപിൻ ആണ്. എവിടെയാണ്? കൊല്ലം. ഞാൻ ചാമക്കട സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറാണ്. അപ്പൊ എന്തായാലും സാറും നമ്മോടൊപ്പം ഇന്ന് രാവിലെ തന്നെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ആശ്രമ മൈതാനിയിൽ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ പോവാൻ തോന്നുന്നില്ല, അത്രയും മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അപ്പൊ സേഫ്റ്റിയുടെ കാര്യത്തിലും നമ്മൾ പെർഫെക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കലോത്സവ വേദിയിൽ നിന്ന് രാവിലെ നമുക്ക് നൽകാനുള്ള വിശേഷങ്ങള്. മറ്റു വിശേഷങ്ങളുമായി വേഗം തന്നെ തിരിച്ചെത്താം ഹരിത.